ഹലോ എല്ലാവർക്കും ശോഭ വ്ളോഗ് 65ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇല അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കന്നഡയും പഠിക്കാം. അതിനുവേണ്ടി ഞാൻ പുഴുങ്ങലരിക്ക് കന്നഡയിൽ കുസുബലാക്കി നല്ലോണം അരക്കുന്നതിന് കന്നഡയിൽ റുബ്ബಬೇಕು. ഞാനിതിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പേര് റുബ്ബಬೇಕು എന്ന് വെച്ചാൽ നല്ല അരക്കുന്നതിന്. പിന്നെ തേങ്ങ ചിരവിയതിന് തുരിത തെങ്ങിനക്കായി, ഇപ്പോൾ ബെല്ലത്തിന് കന്നഡയിൽ ബെല്ല. ഇത് ഞാൻ അവര് അടക്ക എന്താ കന്നഡയിൽ പറയാന്ന് വെച്ചാൽ സാധാരണ ഇതുപോലെ ഉണ്ടാക്കുന്ന സംഗതിക്ക് അവർ കടുബു എന്നാണ് പറയുന്നത്. അതിന് ശേഷം വാഴയില എന്ന് വെച്ചാൽ ഇലയില, നമ്മളെ വാഴയിലക്ക് അവർ കന്നഡയിൽ വാഴയില ഇത് പരത്തിയതിന് ശേഷം ഇതിൽ ഞാൻ തെങ്ങിനക്കായി തുരിത തെങ്ങിനക്കായി എന്ന് വെച്ചാൽ ഗ്രേറ്റഡ് കോക്കനട്ട് അഥവാ നമ്മൾ ചെറിയ തേങ്ങ. അതിന് ശേഷം വെല്ലത്തിന് ಬೆಲ್ಲ ಅದನ್ನು ಹಾಕಬೇಕು എന്ന് അത് ഇട്ടതിന് ശേഷം നമ്മൾ വെല്ല ഇടണം, പിന്നെ തേങ്ങ ഇടണം. പിന്നെ ഞാനിതിൽ കുറച്ച് നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. പഴത്തിന് കന്നഡയിൽ ಬಾಳೆಹಣ್ಣು, ബനാന ಬಾಳೆಹಣ್ಣು. നേന്ത്ര ബാಳೆഹണ്ണു എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ബനാന എന്ന് പറഞ്ഞാൽ ബാಳೆഹണ്ണു, നേന്ത്ര ബാಳೆഹണ്ണു എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം. കുറച്ച് നേന്ത്രപ്പഴം ഇട്ടിട്ട് ഇത് ഞാൻ ഇലയിൽ പരത്തിയതിന് ശേഷം ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് ആവിയിൽ വേവിക്കുന്നുണ്ട്. ಇದು ಕನ್ನಡದಲ್ಲಿ ಇದನ್ನು ಆವಿಯಲ್ಲಿ ಬೇಯಿಸಬೇಕು. ಇದನ್ನು ಇಡ್ಲಿ ಪಾತ್ರೆಯಲ್ಲಿ ಇಟ್ಟು ಇಡ್ಲಿ ಪಾತ್ರത്തിൽ വെച്ചിട്ട് ಇಡ್ಲಿ ಪಾತ್ರೆಯಲ್ಲಿ ಇಟ್ಟು ആവിಯಲ್ಲಿ ಬೇಯಿಸಬೇಕು. ನಂತರ പിന്നെ ഇത് മുറിക്കണം. ಬೆಂದ ಮೇಲೆ 20 ನಿಮಿಷ ಬೇಯಬೇಕು. 20 ಮಿನಿಟ್ ಬೆಂದതിന് ശേഷം കട്ട് ചെയ്യുക.